എനിക്ക് അവരെ മോനെ കൊണ്ട് തന്നെ അവർ ജീവിക്കുന്നത്. അവ ഈ തൊഴിലിനും പോവും, എന്നെ ആക്രി പറക്കിയൊക്കെ തന്നെ ജീവിക്കുന്നത്. പക്ഷെ മെനഞ്ഞാന്ന് രാവിലെ 6 മണിക്ക് ഞാൻ അവനെ കണ്ടു. അവൻ രാവിലെ 6 മണിക്ക് ആണ് ഇവിടെ നിന്ന് ഇറങ്ങി പോയത്. അപ്പോൾ അതിനുശേഷമാണ് അറിയുന്നത്. 10 മണിയോടെയാണ് 10:30 ആയപ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്നത് സംഭവം. ഇത് ഇങ്ങനെ വെള്ളത്തിലകപ്പെട്ടു വന്നു. അപ്പോൾ അറിഞ്ഞ് എന്നെ ഒരു പയ്യൻ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് പറയാണ്ട എന്ന് പറഞ്ഞു. മാമിയെ അറിയിച്ചില്ല. അപ്പോഴേ അതിനുശേഷമാണ് 1:30ക്ക് ശേഷമാണ് ഞാൻ അവരെ അറിയിച്ചത്. അപ്പോൾ അവൻ്റെ ഒരു ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്തു, അയച്ചു കൊടുത്തു. ബാക്കി കാര്യങ്ങളെല്ലാം അവരങ്ങനെ ചെയ്തു. പിന്നെ അവനെ കൊണ്ടാണ് അവർ ജീവിക്കുന്നതല്ല. ഉപജീവന മാർഗം അവൻ ഈ പണിക്കും പോവും. ഏത് പണിക്കും അവനെ കൊണ്ട് പറ്റുന്നിടത്തോളം അവൻ പണി ചെയ്യണ പയ്യനാണ്. വേറെ അങ്ങനെ മടിയൊന്നുമില്ല. നമ്മളോടെല്ലാം ഏത് കാര്യത്തിനും എല്ലാത്തിനും നമ്മളെ നാട്ടുകാർക്കൊക്കെ അവൻ നല്ലൊരു സഹായമാണ് അവൻ. എന്താവശ്യത്തിന് വിളിക്കാതെ തന്നെ എല്ലാ ആവശ്യത്തിനുമൊക്കെ നമ്മളോടൊപ്പം സഹകരിക്കുന്ന ഒരു പയ്യനാണ് അവൻ. അല്ല അവനെക്കുറിച്ച് വേറെ അങ്ങനെ അവൻ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇത്രയും സമയം. പക്ഷെ അത് പറ്റിയില്ല. വളരെ ദാരിദ്ര്യമായ കുടുംബത്തിലെ ഒരു അംഗമാണ് ജോയി. ജോയിയെ ആശ്രയിച്ചാണ് ജോയിയുടെ അമ്മ കഴിഞ്ഞിരുന്നത്. ജോയിയുടെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കാണുന്ന വഴിയിലൂടെയാണ് ജോയിയുടെ വീട്ടിലേക്ക് പോകേണ്ടത്. അവിടെ ജോയിക്ക് വീടില്ല, വഴിയില്ല, വെള്ളമില്ല, കറണ്ടില്ല. അത്രയേറെ ദുരിതമാണ്. ഈ മറ്റു തൊഴിലൊന്നുമില്ലെങ്കിൽ നാട്ടിലിറങ്ങി ആക്രി പറക്കി അതിനെ വിറ്റാണ് അമ്മയുടെ ദൈനംദിന ജീവിത ആവശ്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. 80 വയസ്സ് പ്രായമുണ്ട് അമ്മയ്ക്ക്. നമ്മുടെ മാരായമുട്ടത്ത് നമ്മളെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഈ മാസം ഇത് 2ാമത്തെ സംഭവമാണ്. ഒരു മാസങ്ങൾക്ക് മുമ്പ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അനാസ്ഥ കാരണം ബാബു എന്ന ഇതിന് സമാനമായ ജോയിക്ക് സമാനമായ ഒരാൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ. ഇതിപ്പോൾ മാലിന്യത്തിൽ മുങ്ങിയാണ് ജോയി മരണപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും നമുക്കിത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ ഞങ്ങളൊക്കെ എന്തെങ്കിലും പറയുന്നത് രാഷ്ട്രീയമാകുമെന്നുള്ളത് കൊണ്ട് മറ്റു കാര്യത്തിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ദാരുണമായ സാഹചര്യമാണ്. ജോയിയുടെ അമ്മയെ സംരക്ഷിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ നാട്ടിലുള്ള ആൾക്കാരാണ്. ജോയി നാട്ടുകാരോട് വളരെ നല്ല സമീപനമായിരുന്നു. വിവാഹത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വന്ന് സഹായിക്കുകയും ഒരു ദിവസം പോലും ജോലി ഇല്ലാതെ നിന്നാൽ പോലും അമ്മയെ നോക്കാനായിട്ട് ആക്രി പറക്കിയാണ് ജീവിക്കുന്നത്. ആക്രി പറക്കി വിറ്റ് കിട്ടുന്ന കാശ് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുന്ന ഒരു പ്രകൃതമാണ് ജോയിക്കുള്ളത്. സമൂഹത്തിൽ എല്ലാ കാര്യത്തിനും വളരെ സജീവമായിട്ടാണ് നിൽക്കുന്നത്. ഒറ്റമുറി വീട്ടിലാണ് ജോയി താമസിക്കുന്നത്. ആ വീട്ടിലേക്ക് പോകുന്ന വഴി തന്നെ വളരെ ദയനീയാവസ്ഥയിലാണ്. നേരെ വഴിയില്ല, വഴി ഇടിഞ്ഞു വീഴ്ന്ന് കിടക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ജോയി എല്ലാ ദിവസവും ജോലിക്ക് പോയിരുന്നതും ജോലി ഇല്ലാത്ത ദിവസം ആക്രി പറക്കിയിരുന്നത്. അതുപോലെ തന്നെ ഇന്നും ഈ കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലിക്ക് പോകാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ കൂടുതൽ ശമ്പളം കിട്ടിയാൽ നല്ലൊരു വീട് വയ്ക്കാമല്ലോ എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ജോയി ഇത്തരത്തിലുള്ള ഈ കഠിനമായ ആരും ചെയ്യാൻ മടിക്കുന്ന ഈ ജോലി ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയും അത് ചെയ്യാനായിട്ട് ഇറങ്ങിയതും. പക്ഷേ ഇവിടെയുള്ള സർക്കാരോ ഭരണസമിതിയോ ആരും തന്നെ അവർക്ക് നല്ലൊരു അടച്ചുറപ്പുള്ള വീടോ അത്തരത്തിൽ ഒരു പ്രവർത്തനം, ഒരു നല്ല വാസയോഗ്യമായ ശൗചാലയം പോലും ഇല്ലാത്ത ഈ വീട്ടിലില്ലാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ടൊരു വീട് വെച്ച് കൊടുക്കുകയും എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുള്ള സഹായം ചെയ്യാനുള്ള ക്രമീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് നാട്ടുകാരെന്നുള്ളതിന് നമുക്ക് പറയാനുള്ളത്.